ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്ന കേരള ലോട്ടറിയുടെ കാരുണ്യ കെയർ 713യുടെ ഗസിംഗ് നമ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 4/7/2025 റിസൾട്ട് നോക്കാം. RP 236657 റിസൾട്ട് അടിച്ചിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തിരുന്നത്. നമ്മൾ ഓൾ ബോർഡ് കൊടുത്തിരുന്നത് 5-3 ഓൾ ബോർഡ് ഫസ്റ്റ് പ്രയോറിറ്റി 5 പാസ്സായിട്ടുണ്ട്, വിന്നായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്ക് ഓൾ ബോർഡ് മിസ്സായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 4/7 ഓൾ ബോർഡ് പാസ്സാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 5 പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ബോർഡ് ബിയിൽ 5 പാസ്സായിട്ടുണ്ട്. ഓൾ ബോർഡ് 5 പാസ്സായിട്ടുണ്ട്. നമുക്ക് 657 വന്നത്. നമുക്ക് 5 കൂടുതൽ പ്രയോറിറ്റി ഇട്ടത്, 6 കിട്ടിയില്ല. പക്ഷേ ഓൾ ബോർഡും ബി ബോർഡും പാസ്സായിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കാണാത്തവർ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല കണ്ടിന്യൂസ് വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എ ബോർഡ് നമുക്ക് നോക്കാം. എങ്ങനെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ വിന്നിംഗ് റിസൾട്ടിൻ്റെ ആദ്യത്തെ 2 നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ എ ബോർഡ് എടുക്കുന്നത്. 2 + 3 5, 6 + 6 12, 5 + 7 12. ഇങ്ങനെയാണ് നമുക്ക് എ ബോർഡ് കിട്ടിയിരിക്കുന്നത്. ബി ബോർഡിലോട്ട് വരുവാണെങ്കിൽ 2 + 6 8, 3 + 5 8, 6 + 7 13. ഇങ്ങനെയാണ് നമുക്ക് ബി ബോർഡ് കിട്ടിയിരിക്കുന്നത്. സി ബോർഡിലോട്ട് വരുവാണെങ്കിൽ 6 + 7 13, 5 + 1 6, 7 + 3 10. ഇങ്ങനെയാണ് നമുക്ക് സി ബോർഡ് കിട്ടിയിരിക്കുന്നത്. സി ബോർഡ് എടുത്തിരിക്കുന്നത് നമ്മൾ വിന്നിംഗ് റിസൾട്ടിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പരും കാരുണ്യയുടെ ലാസ്റ്റ് 3 ഡിജിറ്റും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ സി ബോർഡ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ബി ബോർഡ് എടുത്തിരിക്കുന്ന വിന്നിംഗ് റിസൾട്ടിൻ്റെ 2 നമ്പർ കഴിഞ്ഞിട്ട് 3ാമത്തെ നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് ബി ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ നമ്മുടെ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എ ബോർഡ് നോക്കാം. എ ബോർഡിൽ നമുക്ക് വന്നിരിക്കുന്ന 5 8 3, ബി ബോർഡിൽ 2 8 6, സി ബോർഡിൽ 2 3 0. ഇങ്ങനെയാണ് നമുക്ക് ഓൾ ബോർഡ് കിട്ടിയിരിക്കുന്നത്. ഈ നമ്പർ, ഇത്ര നമ്പറിനുള്ളിൽ നിന്നാണ് നമുക്ക് ഓൾ ബോർഡ് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. AB BC AC നോക്കാം. AB BC ACയിൽ 5 നമ്പർ വീതമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. AB നോക്കുകയാണെങ്കിൽ 52 88 36 38 56. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബി സിയിലോട്ട് വരുമ്പോൾ 22 83 60 63 20. ഇങ്ങനെയാണ് ബി സി കിട്ടിയിരിക്കുന്നത്. എ സിയിൽ വരുമ്പം 52 83 30 33 50. ഇങ്ങനെ 5 നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും എ ബി സി നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഒരു 8 നമ്പർ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നമ്പർ 522 8883 627 360 383 560 237 423. ഇങ്ങനെയാണ് നമുക്ക് ആ 8 നമ്പർ കിട്ടിയിരിക്കുന്നത്. ഇത് ആദ്യം ഏത് തെറ്റിപ്പോയതാണ്. 627 കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും ഒരു 95-96% വിന്നിങ് ചാൻസ് വരാൻ സാധ്യതയാണ് ഈ നമ്പറുകൾക്കെല്ലാം. അപ്പോൾ ഓൾ ബോർഡ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്നത് വീണ്ടും 5 കിട്ടിയിരിക്കുന്നത്. 5 3. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 3 തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓൾ ബോർഡ്. ഇതിനകത്ത് 2 8 കിടപ്പുണ്ട്. ഒരു ചാൻസ് ആണ്, വരാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് പ്രയോറിറ്റി വരുന്നത് 5 3 വരാൻ സാധ്യത കാണുന്നത് വീണ്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിന്നിങ് ആശംസിക്കുന്നു. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.